മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഇൻ ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റിൽ രണ്ട് തരം മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഇൻ ഓപ്പറേറ്റർ, മറ്റൊന്ന് നോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് നമ്മൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക? ക്യാൻ ബി യൂസ് ടു ടെസ്റ്റ് ഇഫ് എൻ എലമെൻറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ ലിസ്റ്റ് ഓർ നോട്ട്. നമ്മൾ പറയുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടോ അതോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ നോക്കുന്ന എലമെൻറ്റ് നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് ഔട്ട്പുട്ട് വരും. ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഇഫ് ദ എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ലിസ്റ്റ്. അതല്ലെങ്കിൽ ഫാൾസ് എന്ന് നമുക്ക് ഔട്ട്പുട്ട് തരും. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മുടെ നോട്ട് ഇൻ ഓപ്പറേറ്റർ ചെയ്യുക. ദ നോട്ട് ഇൻ ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഇഫ് ദ എലമെൻറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ലിസ്റ്റ് ആൻഡ് ഫാൾസ് അതർവൈസ്. ലിസ്റ്റിൽ നമ്മൾ പറയുന്ന എലമെൻറ്റ് ഇല്ലെങ്കിൽ നോട്ട് ഇൻ ഓപ്പറേറ്റർ ട്രൂ എന്ന് തരും, ഉണ്ടെങ്കിൽ ഫാൾസ് എന്ന് തരും. കൺഫ്യൂസ്ഡ് ആവേണ്ട, നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പം നമുക്ക് വേഗം മനസ്സിലായിരിക്കുന്നതായിരിക്കും. ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് എൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സ്ട്രിങ് എഴുതാണ്, എൻ്റെ പേര് തന്നെ എഴുതാണ്, അക്ഷയ് പട്ടേൽ. രണ്ടാമതായിട്ട് ഞാൻ സഞ്ജു സാംസൻ്റെ പേര് എഴുതാണ്, സഞ്ജു സാംസൺ. മൂന്നാമതായിട്ട് സാഡി സിംഗ്. ഓക്കെ, നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. ആദ്യം തന്നെ എൻ്റെ പേര് അക്ഷയ് പട്ടേൽ, അക്ഷയ് പട്ടേൽ ഇൻ എൽ. അതായത് എൽ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ അക്ഷയ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ വരിക ഔട്ട്പുട്ട് എന്ന്. ട്രൂ എന്ന് വന്നിട്ടുണ്ട്, കാരണം അക്ഷയ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് നമ്മുടെ ഈ എൽ എന്ന് പറഞ്ഞ ലിസ്റ്റിലുണ്ട്. എന്നാൽ ഇനി ലിസ്റ്റിൽ ഇല്ലാത്തൊരു എലമെൻറ്റ് വെച്ച് ടൈപ്പ് ചെയ്യുമ്പം നമുക്ക് ഫാൾസ് കിട്ടുന്നുണ്ടോ നോക്കാം. ഞാൻ അക്ഷയ് പട്ടേൽ എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ടോം എന്ന് കൊടുക്കാം. ഫാൾസ് എന്നാണ് കിട്ടിയത്, കാരണം ടോം എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഈ ലിസ്റ്റിലില്ല. എന്നാൽ ഇനി മറിച്ച് അക്ഷയ് പട്ടേൽ എന്നുള്ളതിന് പകരം വെറും അക്ഷയ് എന്ന് കൊടുക്കുകയാണ്, അക്ഷയ് ഇൻ എൽ. അപ്പോൾ എനിക്ക് ഫാൾസ് എന്നാണ് കിട്ടിയത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും അക്ഷയ് ഇവിടെ ലിസ്റ്റിലുണ്ടല്ലോ, പിന്നെ എന്താ ഇവിടെ ഫാൾസ് കിട്ടിയെന്ന്. അപ്പോൾ അക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രിങ് ഈ ലിസ്റ്റിലില്ല. അക്ഷയ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻറ്റാണ് ഇവിടെ ഈ ലിസ്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ വെറും അക്ഷയ് എന്ന് കൊടുത്താൽ നമുക്ക് ഫാൾസ് കിട്ടും. ഇനി ഇതേ സംഭവങ്ങളൊക്കെ നമുക്ക് നോട്ട് ഇൻ ഓപ്പറേറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ ഇന്നിൻ്റെ ഫ്രണ്ടിലും ഞാൻ നോട്ട് ടൈപ്പ് ചെയ്യാണ്. നോട്ട് ഓക്കെ, നമുക്ക് നോക്കാം. അക്ഷയ് പട്ടേൽ നോട്ട് ഇൻ എൽ എന്നാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എൽ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ അക്ഷയ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻറ്റ് ഇല്ലയെന്ന്. ഈ ലിസ്റ്റിൽ എന്നാൽ അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് അല്ലേ? അപ്പം അതിനെന്തായിരിക്കും ഔട്ട്പുട്ട്? ഫാൾസ് ആയിരിക്കും അല്ലേ? എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ടോം നോട്ട് ഇൻ എൽ. ടോം എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് എൽ എന്ന് പറഞ്ഞ ലിസ്റ്റിലില്ലാന്ന്. അത് കറക്റ്റ് അല്ല ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ട്രൂ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അക്ഷയ് എന്ന് മാത്രമായിട്ടുള്ളൊരു സ്ട്രിങ് നോട്ട് ഇൻ എല്ലിൽ അങ്ങനെ ഒരു സ്ട്രിങ് ഇല്ല. അപ്പോൾ നമുക്ക് ട്രൂ എന്ന് തന്നെ കിട്ടണ്ടേ? ട്രൂ. നമുക്ക് നോക്കാം. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? മെമ്പർഷിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇൻ ഓപ്പറേറ്ററും നോട്ട് ഇൻ ഓപ്പറേറ്ററും. ഇൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മെമ്പർഷിപ്പ് ചെക്ക് ചെയ്യുമ്പം എലമെൻറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. നേരെ തിരിച്ച് നമ്മൾ നോട്ട് ഇൻ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എലമെൻറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫാൾസ് എന്ന് കിട്ടും, ഇല്ലെങ്കിൽ ട്രൂ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്.